ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു പായസം ഉണ്ടാക്കാം. പെട്ടെന്നാണ് വീഡിയോ എടുക്കുന്ന കാര്യം ആലോചിച്ചത്, അതുകൊണ്ടാണ് പെട്ടെന്ന്. അപ്പോൾ ഏലക്കായ് പൊടിച്ച് വെച്ചിട്ടുണ്ട്, രണ്ടാം പാല്, ഒന്നാം പാല്. പായസത്തിനുള്ള അരിയൊക്കെ ഇല്ലേ, നമ്മുടെ ഉണക്കലരി പായസം വേവിച്ച് ശർക്കരപ്പാനിയിൽ വേവിച്ച് നല്ല ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശർക്കരപ്പാനിയിലിട്ട് നല്ലോണം ഇതാക്കി എടുക്കണം. അപ്പോൾ അത് നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അടുപ്പിലാണ് പായസം ഉണ്ടാക്കുന്നത്. രണ്ടാം പാലിൽ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ പായസം ഉണ്ടാക്കുകയാണ് നമ്മൾ. അടുപ്പത്ത് ഉണ്ടാക്കുന്നത് വെച്ചാൽ പെട്ടെന്നാവും. ഇപ്പം ഇനി ബാക്കി ഒന്നാം പാലും കൂടി ഒഴിക്കണം നമ്മളിതിലേക്ക്. ഒന്നാം പാലും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ അടിയിലുള്ള എന്താ പറയുക, തേങ്ങാപ്പാലിൻ്റെ അടിഭാഗം നമ്മൾ ഒഴിവാക്കാം. ഒന്നാം പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. അതിപ്പോൾ ഞാനൊരു കയ്യിൽ വീഡിയോ പിടിച്ചിട്ട് ഇതാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കാം. ഓക്കെ, നമ്മൾ ഇനി അതിൽ കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. നമ്മൾ അടുപ്പത്തു നിന്ന് മാറ്റി ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. കാരണം അധികം ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ചെറിയ തീ മതി. അധികം തിളച്ച് കഴിഞ്ഞാൽ പായസത്തിന് ടേസ്റ്റ് പോകും. അതുകൊണ്ടാണ് നമ്മൾ അടുപ്പത്ത് നിന്ന് ഗ്യാസിലേക്ക് മാറ്റിയത്. ഇനി നമുക്ക് വേണ്ടത് കശുവണ്ടി, തേങ്ങാക്കൊത്താണ് ഒരുപാട് വേണ്ടത്. പിന്നെ കിസ്മിസ്. നെയ്യ് ഒഴിച്ച് വെട്ടി ചൂടാക്കാൻ നെയ്യ് ഒഴിച്ച് അതിലേക്ക് നമ്മൾ അതും തേങ്ങാക്കൊത്താണ് വേണ്ടത്. കാരണം അതിന് നോക്കാൻ സമയം അധികം ആവശ്യമില്ല. നമ്മൾ തേങ്ങാക്കൊത്ത് ആദ്യം ആഡ് ചെയ്തു തീ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങാക്കൊത്ത് ആഡ് ചെയ്തിട്ട് ഞാനൊരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് അതിനുള്ള ബുദ്ധിമുട്ടുണ്ടാവും, ക്ഷമിക്കാം. ആദ്യമായിട്ടാണ് ഞാനത് വീഡിയോസ് എടുക്കുന്നത്. തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ ഞാനതിൽ കാഷ്നട്ട് ഇട്ട് കൊടുത്തു. കാഷ്നട്ടും കിസ്മിസും. അപ്പോൾ അത് കിസ്മിസ് നന്നായിട്ട് വീർത്ത് വരും. അതും നല്ല പാകമായി കഴിഞ്ഞാൽ നമുക്കിത് പായസത്തിലേക്ക് കൊട്ടുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് മൂക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആക്കി കൊടുക്കാം. ആക്കി നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് അത് പായസത്തിലേക്ക് ഒഴിക്കാം. അങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഇത് സെർവ് ചെയ്യാനുള്ള പാകം. അപ്പോൾ താങ്ക് യു.